രാത്രിയിൽ നാം ഉറങ്ങുന്ന സമയത്ത് വുളൂഓടുകൂടെ കിടന്നുറങ്ങുകയാണെങ്കിൽ വലിയ ഭാഗ്യമാണ് സഹോദരങ്ങളെ. ചില ആളുകൾക്ക് വുളൂ എടുക്കാൻ വലിയ മടിയാണ് ഉറങ്ങുന്ന സമയത്ത്. ചിലർ ചോദിക്കുന്നത്, ഉറങ്ങുന്ന സമയത്ത് വുളൂ എടുത്തിട്ട് എന്താ കാര്യം? കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ വുളൂ നഷ്ടപ്പെട്ടില്ലേ, പിന്നെ വുളൂ എടുത്തിട്ട് കാര്യമുണ്ടോ? ചിലർ പറയുന്നത്, നമ്മൾ വുളൂ എടുത്തുകൊണ്ട് കിടപ്പറയിലേക്ക് ചെല്ലുമ്പോൾ ഭാര്യ ഉണ്ടാകും, ഭാര്യയെ തൊട്ട് കഴിഞ്ഞാൽ വുളൂ മുറിയില്ലേ, പിന്നെ വുളൂ എടുത്തിട്ട് കാര്യമുണ്ടോ എന്നാണ്. പിന്നീട് വുളൂ മുറിഞ്ഞോ ഇല്ലേ എന്നതല്ല വിഷയം. പിന്നെ കിടക്കുന്ന സമയത്ത്, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇവന് വുളൂ ഉണ്ടോ, ശുദ്ധി ഉള്ളവനാണോ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ നമ്മൾ വുളൂ എടുത്തുകൊണ്ട് കിടന്നാൽ അതിലുള്ള നേട്ടം എന്താണ്? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിക്കുക, മൻ ബാത ത്വാഹിറൻ ബാത ഫീ ശിആരിഹി മലക്. ഒരാൾ ഉറങ്ങുന്ന സമയത്ത് വുളൂഓടുകൂടെ കിടന്നുറങ്ങിയാൽ ബാത ഫീ ശിആരിഹി മലക, മനുഷ്യന്റെ കൂടെ ഒരു മലക്കുണ്ടാകും, അവന്റെ ഭാഗത്തൊരു മലക്ക് അവന്റെ ഭാഗത്തുണ്ടാകും. ഫലാ യസ്തൈഖിലു ഇല്ലാ ഖാലൽ മലക്. ആ വുളൂഓടുകൂടെ കിടന്നുറങ്ങിയ മനുഷ്യന്റെ സമീപത്തുള്ള ഈ മലക്കുണ്ടല്ലോ, ആ മലക്ക് എപ്പോഴൊക്കെ ഈ മനുഷ്യൻ ഉണരുന്നു ആ സമയത്തൊക്കെ അല്ലാഹുമ്മ ഗ്ഫിർ ലിഅബ്ദിക ഫുലാൻ, അല്ലാഹുവേ ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ, ഫഇന്നഹു ബാത ത്വാഹിറാ, ഈ മനുഷ്യൻ വുളൂഓടുകൂടെ കിടന്നുറങ്ങിയവനാ, അതുകൊണ്ട് ഈ അടിമക്ക് നീ പൊറുക്കണേ, മാപ്പ് കൊടുക്കണേ എന്ന് പറഞ്ഞ മലക്ക് ദുആ ചെയ്യും. അപ്പൊ വുളൂഓടുകൂടെ കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ സമീപത്തൊരു മലക്കുണ്ടാവുകയും ആ മലക്ക് ഈ മനുഷ്യന് വേണ്ടിയിട്ട് ദുആ ചെയ്യുകയും ചെയ്യും. വീണ്ടും ഹബീബായ തങ്ങൾ പറയാ, മാമിൻ മുസ്ലിമിൻ യബീതു ത്വാഹിറാ, ഒരു മുസ്ലിമായ മനുഷ്യൻ ശുദ്ധിയോടുകൂടെ കിടന്നുറങ്ങിയാൽ ഫയതഗാറു മിനൽ ലൈൽ, രാത്രി ആ മനുഷ്യൻ ഉണർന്നു കഴിഞ്ഞാൽ ഫയസ്അലുല്ലാഹ ഖൈറൻ മിൻ അംരി ദുനിയാ വൽ ആഖിറ, ആ ഉണർവിൽ ആ മനുഷ്യൻ ഏതൊരു വിഷയം ചോദിച്ചാലും, അത് ദുനിയാവിന്റെ വിഷയമാവട്ടെ ആഖിറത്തിന്റെ വിഷയമാവട്ടെ, ഏത് വിഷയം ചോദിച്ചാലും അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇല്ലാ അഅതാഹുല്ലാഹു ഇയ്യാ, അവൻ ആ ചോദിച്ചത് അല്ലാഹു അവന് കൊടുക്കുന്നതാണ്. അതിനെന്ത് വേണം സഹോദരനെ? ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വുളൂ വേണം. അപ്പൊ രണ്ട് കാര്യം, ഒന്ന് വുളൂഓടുകൂടെ കിടന്നുറങ്ങിയാൽ ആ മനുഷ്യന്റെ അടുക്കൽ ഒരു മലക്ക് വരികയും ആ മലക്ക് അവന് ദുആ ചെയ്യുകയും ചെയ്യും.